പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. നമുക്ക് ഇന്നത്തെ ദിവസം ഈ ഹോട്ടൽ മാനേജ്മെന്റും ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സുമായി ബന്ധപ്പെട്ട കോഴ്സുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് അതിന്റെ ഒരു പാർട്ടാണ് ശരിക്കും ഹോട്ടൽ മാനേജ്മെന്റ്. പക്ഷെ നമ്മൾ കേൾക്കുന്നത് പണ്ട് പറഞ്ഞ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് നമുക്ക് ഈ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളാണ് നമുക്ക് അറിയാവുന്നത്. പക്ഷെ ഹോസ്പിറ്റാലിറ്റി ബിസിനസ് ആണത്. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ട്രാവൽ ടൂറിസം രംഗത്തെ മേഖലകളൊക്കെ എന്തായിട്ട് വരും, ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സിലേക്ക് വരും. വേൾഡ് വൈഡ് ആയിട്ട് എല്ലാ രാജ്യങ്ങളിലും തന്നെ 90% രാജ്യങ്ങളിൽ ടൂറിസം സെക്ടർ വളരെ സ്ട്രോങ് ആയിട്ട് വരികയാണ്. സ്വാഭാവികമായിട്ടും ഈ ചില സമയത്തൊക്കെ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു ഗ്രാഫ് കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുന്നു പറഞ്ഞാലും മൊത്തത്തിൽ അതിൻ്റെ ഗ്രോത്ത് നോക്കുമ്പോൾ എല്ലാ വർഷവും ഗ്രോത്ത് കൂടുന്നുണ്ട്. എന്നാൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാര്യം ഇന്റർനാഷണലി ഉള്ള പല ഇഷ്യൂസ്, പ്രശ്നങ്ങൾ, ചില വാറുകളായിരിക്കാം, അല്ലെങ്കിൽ ഭീകര പ്രവർത്തനങ്ങളായിരിക്കാം, ടെററിസ്റ്റ് ആക്രമണങ്ങൾ, അങ്ങനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഒരു സൈഡിലേക്ക് താഴെ വേറെ സൈഡ് കയറുന്നുണ്ട്. എന്നാൽ ചിലപ്പോൾ ഭയങ്കര ബൂം കാണിക്കാറുണ്ട്, ചിലപ്പോൾ ഇച്ചിരി താഴോട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ ഇത് ഹോട്ടലുമായി ബന്ധപ്പെട്ട് മാത്രം നിങ്ങൾ കാണുന്ന ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്, റിസോർട്ടുകളുണ്ട്, അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കഫറ്റീരിയകൾ, റെസ്റ്റോറൻറ്റുകൾ, അതൊന്നുമല്ല എയർലൈനുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ, ഇതെല്ലാം ഇതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പം ടൂറിസം ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകൾ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ പണ്ട് തുടങ്ങിയ കാണുന്ന ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളെ കുറിച്ച് നമുക്ക് ആദ്യം പറയാം. നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം? 10ാം ക്ലാസ് കഴിഞ്ഞ ആൾക്കാർക്ക് ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ബോർഡുകൾ നമ്മുടെ നാട്ടിൽ പലയിടത്തുണ്ട്. അതൊരു ഡിഗ്രി കോഴ്സ് അല്ല, അതൊരു ഡിപ്ലോമ കോഴ്സ്, സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ്. 3 മാസത്തെ, 6 മാസത്തെ, 9 മാസത്തെ ബേക്കറി പ്രോഡക്റ്റ് അതുമായി ബന്ധപ്പെട്ട മാനുഫാക്ചറിങ് കോഴ്സുകൾ, അതല്ലെങ്കിൽ ഹൗസ് കീപ്പിങ്ങുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ, അല്ലെങ്കിൽ കുക്കിങ്ങുമായി ബന്ധപ്പെട്ട 3 മാസത്തെ, 6 മാസത്തെ കോഴ്സുകൾ, ഇപ്പം അല്ലെങ്കിൽ നമ്മുടെ മർച്ചന്റ് നേവിയിൽ പോകാൻ വേണ്ടിയുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള ഈ പറയുന്ന കുക്കിംഗ് കോഴ്സുകൾ, അല്ലെങ്കിൽ പിസ്സ, അല്ലെങ്കിൽ ബർഗർ, ഇങ്ങനെയുള്ള അങ്ങനെ ഒരു പർട്ടിക്കുലർ 4-5 പ്രോഡക്റ്റുകൾ, ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ ലഭിക്കുന്ന കോഴ്സുകൾ, ഇങ്ങനെയുള്ള കോഴ്സുകൾ 10th കഴിഞ്ഞവർക്കും 12th കഴിഞ്ഞവർക്കും പോകാൻ പറ്റുന്ന ചെറിയ ചെറിയ കോഴ്സുകൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. നമുക്ക് കേരള ഗവൺമെന്റിന്റെ ഒരു ബേക്കറി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ കാണാൻ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞ ആൾക്കാർക്ക് ഒരു ഡിഗ്രി കോഴ്സുകളായിട്ട് പോകാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു ഡിഗ്രി കോഴ്സായിട്ട് ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്ത് പോകാനാണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ പോകേണ്ട ഏറ്റവും ആദ്യം പഠിക്കേണ്ട കോഴ്സ് എന്താണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കോഴ്സ് എന്താ വെച്ചാൽ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി എന്ന് പറയുന്ന 4 വർഷത്തെ കോഴ്സാണ്. ഡിഗ്രി കോഴ്സുകളൊക്കെ 4 വർഷത്തേക്ക് മാറുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ചില സ്റ്റേറ്റുകളിൽ, നമ്മുടെ കേരളത്തിന് അകത്തുമൊക്കെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ, നമ്മുടെ ചില കോളേജുകളൊക്കെ 3 വർഷത്തെ BA ഹോട്ടൽ മാനേജ്മെന്റ്, BSc ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളുണ്ട്. കുഴപ്പമൊന്നുമില്ല. അതിന് MSc കോഴ്സുകൾ അവൈലബിൾ ആണ്. 2 വർഷം, 5 വർഷം പഠിക്കാം. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി എന്ന് പറയുന്നത് 4 വർഷത്തെ കോഴ്സാണ്. ആ 4 വർഷത്തെ കോഴ്സിൽ ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കോഴ്സാണ്. പിന്നെ നമ്മൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിനൊക്കെ കുറച്ച് പ്രാധാന്യമുണ്ട്, പ്ലസ് നമ്മളുടെ സ്കില്ലിനും പ്രാധാന്യമുണ്ട്. തീരെ മോശം സ്ഥാപനത്തിൽ പഠിച്ചാൽ ആൾക്കാർക്ക് നമ്മളോടുള്ള ധാരണ കുറവായിരിക്കും, അല്ലെങ്കിൽ താല്പര്യം കുറവായിരിക്കും. അങ്ങനെ ഏത് സ്ഥാപനം മോശമെന്ന് ഞാൻ പറയാനില്ല. അതിന് റേറ്റിംഗ് ഒക്കെ നിങ്ങൾ നോക്കുക. സംഭവം ആരെങ്കിലും പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു 7-8 സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഈ പറയുന്ന കുക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന റിസപ്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം, ഗസ്റ്റ് മാനേജ്മെന്റ് ആയിരിക്കാം, അക്കൗണ്ടിങ് ആയിരിക്കാം. അപ്പൊ ഏതിലാണോ എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് അത് മനസ്സിലാക്കിയിട്ട്, ഒരു ചായ പോലും വീട്ടിലുണ്ടാക്കാത്ത ആൾക്കാർ കുക്കിംഗ് കോഴ്സിന് പോയേക്കരുത്. അതാണ് ഇതിനകത്തെ വ്യത്യാസത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻട്രസ്റ്റ് നിർബന്ധമായിട്ടും ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പൊ എന്താണ്, 3 വർഷത്തെ ഹോട്ടൽ മാനേജ്മെന്റ് ഡിഗ്രി കോഴ്സുകളുണ്ട്. ഞാൻ പ്രിഫർ ചെയ്യുന്ന 4 വർഷത്തെ ഹോട്ടൽ മാനേജ്മെന്റ് കാറ്ററിംഗ് ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സുകളാണ്. കേരളത്തിൽ ധാരാളം സ്ഥാപനങ്ങളുണ്ട്, കേരളത്തിന് വെളിയിലും ധാരാളം സ്ഥാപനങ്ങളുണ്ട്, ഇന്ത്യക്ക് വെളിയിലും പഠിക്കാനുള്ള സാധ്യതകളുണ്ട്. 3 വർഷത്തെ 4 വർഷത്തെ കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഈ പറയുന്ന ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ, അതിൽ ട്രാവൽ ടൂറിസം മേഖലയിലെ കോഴ്സുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സ് എന്ന് പറയുന്നത് ടൂറിസത്തിലുള്ള കോഴ്സാണ്. എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഓഫ് ടൂറിസം അഡ്മിനിസ്ട്രേഷൻ. ഇത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ നമ്മുടെ കേരളത്തിൽ PG കോഴ്സ് മാത്രമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സബ്ജക്റ്റിലോ ലാംഗ്വേജിലോ നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകളായിട്ട് ഗവൺമെന്റ് നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷൻ വഴിയാണ് ഈ മാസ്റ്റർ ഓഫ് ടൂറിസം അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം അത് മാറി ഡിഗ്രി കോഴ്സുകളിൽ, ഇന്നത്തെ മാസ്റ്റർ അല്ല, ബാച്ചലർ ഡിഗ്രി ഇൻ ടൂറിസം മാനേജ്മെന്റ് കോഴ്സുകൾ അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ BComന്റെ കൂടെ BBA എന്ന് പറയുന്ന കോഴ്സിന്റെ കൂടെ ഈ ടൂറിസം ഒരു സബ്ജക്റ്റ് ആക്കിക്കൊണ്ട് 3 വർഷത്തെ 4 വർഷത്തെ കോഴ്സുകൾ നിലവിൽ അവൈലബിൾ ആണ്. അതല്ല, എനിക്ക് MGAക്ക് തന്നെ പോകാൻ പറ്റും. എനിക്ക് ഈ പറയുന്ന 5 വർഷത്തെ MGA കോഴ്സ് ഉണ്ട്. കേരളത്തിന് വെളിയിൽ പല സംസ്ഥാനങ്ങളിലുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഭയങ്കര ടഫ് കോഴ്സ് ഒന്നുമല്ല. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ നോളജ് വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം. അപ്പം എവിടെയെങ്കിലും പോയി ചുമ്മാ വർത്തമാനം പറഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഈ കോഴ്സിന് പോകരുത്.
എന്ന് പറഞ്ഞാൽ ഉഴപ്പാനൊക്കെ സമയമുള്ള കോഴ്സാണ് എന്ന് പറഞ്ഞാൽ ഉഴപ്പാൻ പോണ കോഴ്സാണ് ഇത് അല്ല. അപ്പം ഈ 4-5 വർഷത്തെ കോഴ്സിൽ നമുക്ക് പോകാം. അതല്ലെങ്കിൽ ഈ പറയുന്ന 4 വർഷത്തെ 3 വർഷത്തെ കോഴ്സിൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ നോർമലി ഒന്നെങ്കിൽ ബാച്ചലർ ഡിഗ്രി ഇൻ ടൂറിസം അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റിലെ BA BSc കോഴ്സുകൾ, അതല്ലെങ്കിൽ ഈ പറയുന്ന BCom അല്ലെങ്കിൽ BCA. എനിക്കൊന്ന് BCAയിൽ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് എങ്കിൽ പോലും പിന്നെ ഈ പറയുന്ന BBA ഇതിലൊക്കെ നമുക്ക് ഈ പറയുന്ന ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റിനും ട്രാവൽ ടൂറിസം രംഗത്തും സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന ഡിഗ്രി കോഴ്സുകളും MBA ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, MBA ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറഞ്ഞ കോഴ്സുകളും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഏറ്റവും ടോപ്പ് കോഴ്സ് എന്ന് പറയുന്നത് മാസ്റ്റർ ഓഫ് ടൂറിസം അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ MBA എന്ന് പറയുന്ന പ്രോജക്റ്റിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഈ പറയുന്ന ട്രാവൽ മാനേജ്മെന്റ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കോഴ്സുകളാണ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ കോഴ്സുകളൊക്കെ കഴിഞ്ഞാണ് കേട്ടോ. ഈ എയർലൈനിലൊക്കെ മാനേജ് ചെയ്യുന്ന ഇവരൊക്കെ തന്നെയാണ്. ഈ BCom അല്ലെങ്കിൽ BBA ഒക്കെ നമ്മളിനി സംസാരിക്കാൻ പോകുന്ന സമയത്ത് അതിൻ്റെ അകത്തൊക്കെ എയർപോർട്ട് മാനേജ്മെന്റ്, ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഒക്കെ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളുണ്ട്. ഇതൊക്കെ ഈ പറയുന്ന ട്രാവൽ ടൂറിസവുമായി ബന്ധപ്പെട്ട കോഴ്സുകളാണ്. എന്നാൽ ഡയറക്റ്റ് ബന്ധമില്ലെങ്കിൽ ഇൻഡയറക്റ്റ് ബന്ധപ്പെട്ട കോഴ്സുകളാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം പറ്റുന്നിടത്തോളം നിങ്ങളൊരു ഡിഗ്രി കോഴ്സിന് പോകണം. ഒരു PG കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അത് ചെയ്യണം. അത് ഡിഗ്രി കേരളത്തിൽ പഠിച്ചെങ്കിൽ ഒരു PG കേരളത്തിന് പുറത്ത് പഠിക്കാൻ നോക്കണം. അതല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിൽ പഠിക്കാൻ പറ്റണം. കാരണം ട്രാവൽ ടൂറിസം രംഗത്തിൽ ഓപ്പർച്യൂണിറ്റി വേൾഡ് വൈഡ് ആയതുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള നിൽക്കാം, അല്ലെങ്കിൽ നാട്ടിലെ ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് മതി എന്ന് വിചാരിക്കുന്നതിൽ അത് നമ്മൾ അബദ്ധമാണ് കാണിക്കുക. കുറച്ചുകൂടെ വൈഡായിട്ട് കാണാൻ പറ്റണം. വൈഡായിട്ട് എക്സ്പീരിയൻസ് നമുക്ക് വേണം. ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഡിഫറെൻറ്റ് തരത്തിലുള്ള ആൾക്കാർ, കാഴ്ചപ്പാടുള്ള ആൾക്കാരെ കാണാനും പരിചയപ്പെടാനും അവസരം വേണം. ചെറിയ രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റണം, വലിയ രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റണം. നമ്മുടെ ലൈഫിൽ തന്നെ എന്തായിട്ട് മാറണം? നമ്മളൊരു സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളായിട്ട് മാറിയാൽ മാത്രമേ ഈ ട്രാവൽ ടൂറിസം അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് നമുക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. എല്ലാവിധ ആശംസകളും. നല്ലൊരു മേഖലയാണ്, നല്ല ഓപ്പർച്യൂണിറ്റി മേഖലയാണ് ടൂറിസം അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ്. താങ്ക് യു വെരി മച്ച്.